നമസ്കാരം. സംഘർഷം തുടരുന്ന അയൽ രാജ്യങ്ങളായ തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്താൻ ആവശ്യപ്പെട്ട് ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചെന്ന് ട്രംപ് സാമൂഹിക മാധ്യമമായ സോഷ്യൽ ട്രൂത്തിൽ കുറിച്ചു. സംഘർഷം തുടരുകയാണെങ്കിൽ യുഎസ് ഈ രാജ്യങ്ങളുമായി ഒരു വ്യാപാര കരാറിനുമില്ലെന്ന് അറിയിച്ചെന്നും സങ്കീർണമായ അവസ്ഥയെ ലളിതമാക്കിയെടുക്കാനാണ് തന്റെ ശ്രമമെന്നും ട്രംപ് വ്യക്തമാക്കി. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധമാണെങ്കിൽ യുഎസ് വ്യാപാരത്തിനില്ലെന്നും പറഞ്ഞാണ് ഇന്ത്യയും പാകിസ്ഥാനെയും സംഘർഷത്തിൽ നിന്നും പിന്തിരിപ്പിച്ചതെന്ന് ട്രംപ് നിരന്തരം അവകാശപ്പെടുന്നുണ്ട്. വളരെ സങ്കീർണമായ ഒരു അവസ്ഥയെ ഞാൻ ലളിതമാക്കാൻ ശ്രമിക്കുകയാണ്. യുദ്ധങ്ങളിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് വിജയകരമായി അവസാനിച്ചെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തായ്ലൻഡ് കംബോഡിയ സംഘർഷം കനത്തതോടെ മരണം 33 ആയിരിക്കുകയാണ്. കംബോഡിയയിൽ നേരത്തെ ഒരു മരണം കൂടാതെ ഇന്നലെ 12 പേരും തായ്ലൻഡിൽ ഒരു സൈനികൻ ഉൾപ്പെടെ 20 പേരുമാണ് കൊല്ലപ്പെട്ടത്. അതിർത്തി മേഖലകളിലുള്ള 1,68,000 പേർ പലായനം ചെയ്തു. സംഘർഷത്തെ തുടർന്ന് ഇരു രാഷ്ട്രങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും 10,000 വീടൊഴിഞ്ഞ് അഭയാർത്ഥികളായി. തായ്ലൻഡിൽ 58,000-ലധികം പേർ അഭയ കേന്ദ്രങ്ങളിൽ എത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 23,000-ലധികം പേരെ ഒഴിപ്പിച്ചതായാണ് കംബോഡിയയുടെ ഔദ്യോഗിക പ്രതികരണം. മെയ് മാസത്തിൽ വെടിവെപ്പിൽ കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടത് മുതൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ബുധനാഴ്ച 5 തായ് സൈനികർക്ക് അതിർത്തിയിലെ കുഴിബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റതാണ് ഇപ്പോഴത്തെ വ്യാപനത്തിലേക്ക് നയിച്ചത്. എതിർപക്ഷമാണ് ആദ്യം വെടിയുതിർത്തതെന്ന് രണ്ട് രാജ്യങ്ങളും ആരോപിക്കുന്നു. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ അതിർത്തി അടയ്ക്കുകയും നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച സ്ഥാനപതികളെ തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തിയിലെ വിവിധ ഭാഗങ്ങളിലായി 6 3 ദിവസമായി വെടിവെപ്പ് നടക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ 80 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. അതിനിടെ സംഘർഷം അവസാനിപ്പിക്കാൻ വെള്ളിയാഴ്ച രാത്രി ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി ന്യൂയോർക്കിൽ അടിയന്തര യോഗം ചേർന്നു. രണ്ട് രാജ്യങ്ങളും ഉൾപ്പെടുന്ന 10 രാഷ്ട്ര ആസിയൻ കൂട്ടായ്മയുടെ അധ്യക്ഷത വഹിക്കുന്ന മലേഷ്യ മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. തായ്ലൻഡ് അധികൃതർ കംബോഡിയയുമായുള്ള അതിർത്തിയിലെ 8 ജില്ലകളിൽ പട്ടാള നിയമവും പ്രഖ്യാപിച്ചു. കംബോഡിയൻ സേന തായ് പ്രദേശത്തേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് യുഎസും ചൈനയും മലേഷ്യയും അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള പ്രശ്നം ഉടനടി പരിഹരിക്കണമെന്നും ഇരു രാഷ്ട്രങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ വിവരങ്ങൾ അറിയിച്ചത്. എന്തായാലും വിഷയങ്ങൾ പരിശോധിക്കാൻ ഐക്യരാഷ്ട്ര രക്ഷാസമിതി ന്യൂയോർക്കിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. രണ്ട് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന 10 രാഷ്ട്ര ആസിയൻ കൂട്ടായ്മയുടെ അധ്യക്ഷത വഹിക്കുന്ന മലേഷ്യ എന്തായാലും മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. തായ്ലൻഡ് അധികൃതർ കംബോഡിയയുമായുള്ള അതിർത്തിയിലെ 8 ജില്ലകളിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച സാഹചര്യമാണ്. നിരവധി ആളുകളാണ് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്നത്. കംബോഡിയൻ സേന തായ് പ്രദേശത്തേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുന്നതായി ചൂണ്ടിക്കാട്ടി നടപടികൾ ഉണ്ടാവുന്നുണ്ട്. സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് യുഎസും ചൈനയും മലേഷ്യയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംഘർഷം തുടരുന്ന സാഹചര്യമാണുള്ളത്. ചർച്ചകളും നടക്കുന്നുണ്ട്.